നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ കനക്കും. 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ടും പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി. ചെർപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിൽ കടുത്ത യാത്രാ ദുരിതം. കിഴൂർ റോഡ് മുതൽ കോതകുറിശി വരെ നിറയെ കുഴികളും വെള്ളക്കെട്ടും. കുഴികളിൽ വീണ അപകടങ്ങളും പതിവെന്ന് നാട്ടുകാർ. അനക്കമില്ലാതെ അധികൃതർ. ശുചിത്വാവബോധം വിളിച്ചോതി കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ശുചീകരണം. ഞായറാഴ്ച മുഴുവൻ കുട്ടികളുടെയും അധ്യാപകരുടെയും വീടുകളിൽ ഡ്രൈ ഡേ ആചരിച്ചു. മാതൃകാ പ്രവർത്തനം മഴക്കാലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ട്. പോലീസും എക്സൈസും മാത്രം വിചാരിച്ചാൽ ലഹരി എന്ന വിപത്ത് തടയാനാവില്ലെന്ന് പോലീസ് ഇൻസ്പെക്ടറും മോട്ടിവേഷൻ ട്രെയിനറുമായ ഫിലിപ്പ് മമ്പാട്. ലഹരി ഇല്ലാതാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തം. സംസ്ഥാന ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പിന് പെരിന്തൽമണ്ണയിൽ തുടക്കം. 480 കായിക താരങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്കും അതിതീവ്ര മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം. തിങ്കളാഴ്ച മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ടും പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും നൽകി. വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. പശ്ചിമബംഗാളിനും ജാർഖണ്ഡിനും ഒഡീഷയ്ക്കും മുകളിലായി ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതിൻ്റെയും ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തിങ്കളാഴ്ച അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. 15-ന് തിങ്കളാഴ്ച മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും പാലക്കാട്, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകി. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും മലയോര മേഖലകളിലും തീരദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 15-ന് തിങ്കളാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല. ചെർപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിലൂടെയുള്ള യാത്ര കഠിനം. കിഴൂർ റോഡ് മുതൽ കോതകുറിശി വരെയുള്ള 1 കിലോമീറ്റർ റോഡാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. റോഡ് തകർന്ന വലിയ കുഴികൾ രൂപപ്പെട്ട റോഡിൽ അപകടങ്ങളും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇത്രയും ദയനീയമായിട്ട് ഈ റോഡ് ഒരാളും നോക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമാണ്. അപ്പോൾ യാത്രക്കാർക്ക് കുഴി എത്ര ആഴമുണ്ടെന്ന് അറിയാറില്ല. അതുകൊണ്ട് വീഴ്ച ഓരോ ദിവസം 4-5 യാത്രക്കാർ, സ്ത്രീകൾ പ്രത്യേകിച്ചും വീഴാറുണ്ട്. ചെർപ്പുളശ്ശേരിയെയും ഒറ്റപ്പാലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിൻ്റെ അവസ്ഥയാണിത്. നടുപൊടിയാതെയും അപകടത്തിൽപ്പെടാതെയും ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യം. കിഴൂർ മുതൽ കോതകുറിശി വരെയുള്ള ഭാഗമാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. പലയിടങ്ങളിലും വലിയ ആഴത്തിലുള്ള കുഴികളും ചാലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. മഴ പെയ്താൽ ഈ കുഴികളിൽ വെള്ളക്കെട്ടും രൂപപ്പെടും. ഇരുചക്രവാഹനങ്ങളിലും മറ്റ് ചെറുവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുമാണ് വലിയ ദുരിതം അനുഭവിക്കുന്നത്. നിത്യവും ഇവിടെ അപകടങ്ങൾ പതിവാണ്. ആഴമുള്ള കുഴികളിൽപ്പെട്ട് ഇരുചക്രവാഹന യാത്രക്കാരാണ് ദിവസവും അപകടത്തിൽപ്പെടുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ കിഴൂർ റോഡ് മുതൽ കോതകുറിശി വരെ അനവധി കുഴികളുണ്ട്. ഇവിടെ ദിവസവും 2-3 ബൈക്ക് യാത്രക്കാർ വീഴാറുണ്ട്. ഇതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവസ്ഥ വളരെ ഭയങ്കര ദുരിതമാണ്. ഇതൊന്ന് നേരെയാക്കി തരാൻ വേണ്ടി സർക്കാർ നമുക്ക് അവകാശം ആവശ്യപ്പെടുകയാണ്. ഇല്ല, ദിവസവും 2-3-4 ബൈക്കുകൾ സ്കൂട്ടിമേ പോകുന്നതാണ് പ്രത്യേകിച്ചും വീഴാറ്. മഴ പെയ്ത് കഴിഞ്ഞാൽ കുഴി നിറയെ വെള്ളമായി മാറും. അപ്പോൾ യാത്രക്കാർക്ക് കുഴി എത്ര ആഴമുണ്ടെന്ന് അറിയാറില്ല. അതുകൊണ്ട് വീഴ്ച ഓരോ ദിവസം 4-5 യാത്രക്കാർ, സ്ത്രീകൾ പ്രത്യേകിച്ചും വീഴാറുണ്ട്. സ്കൂട്ടിമേ പോകുന്നവരും പ്രത്യേകിച്ച് വീഴാറ്. ഈ കോറിയുടെ അവിടെ പിന്നെ വെള്ളം കെട്ടി നിൽക്കും, ഒരു കുളം പോലെ ആയി മാറും ചെയ്യാറുണ്ട്. പലരും കുഴികൾ ഭയന്ന് ഇതിലൂടെയുള്ള യാത്ര ഒഴിവാക്കുകയാണ് ഇപ്പോൾ. യാത്രക്കാരുടെ ജീവന് ബന്ധപ്പെട്ടവർ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നും ആളുകൾ പറയുന്നു. എത്ര 2 വീലറാണ് ആക്സിഡൻ്റ് ആവണത്? ഈ പാവപ്പെട്ടവന്മാർ ഒരു 2 വീലർ കൊണ്ട് വരുമ്പോൾ ആക്സിഡൻ്റ് ആവും. പോലീസുകാർ മുഴുക്ക നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് പറയണ്ടേ, ക്യാമറ വെച്ചതിനും ഒക്കെ വന്നിട്ട് ചാർജ് വാങ്ങണ്ടേ? ഇതൊന്ന് മറ്റേ പൊതുജനങ്ങളുടെ ഈ വിഷമാവസ്ഥ ഒന്ന് മാറ്റിക്കൊടുത്താൽ വളരെ ഉപകാരമായിരുന്നു. എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി തരാൻ വേണ്ടിയിട്ട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ റോഡിൻ്റെ ദുരവസ്ഥ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. കേരളത്തിൽ നല്ല നല്ല റോഡുകൾ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളായിട്ട് കിടക്കുകയാണ്.
ചുരുക്കം പറഞ്ഞാൽ ഇവിടുന്ന് ഒറ്റപ്പാലം വരെയുള്ള റോഡും ഒറ്റപ്പാലത്ത് നിന്ന് മായന്നൂർ വഴി തൃശ്ശൂർ പോകുന്ന റോഡുകളൊക്കെ വർഷങ്ങളായിട്ട് നാശമായി കിടക്കുകയാണ്. അതിനെതിരെ ഗവൺമെൻറ് ശക്തമായൊരു തീരുമാനങ്ങൾ ഉണ്ടാക്കി ഇത് പുനരുദ്ധരിക്കാനുള്ള വഴികൾ കാണിച്ചു തരണമെന്ന് വിനീതമായി ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനോട് അപേക്ഷിക്കുന്നു. താൽക്കാലികമായെങ്കിലും ഈ കുഴികൾ അടയ്ക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പതിവായി ഈ റോഡിനെ ആശ്രയിക്കുന്നവരും അല്ലാത്തവരുമെല്ലാം ഇപ്പോൾ ഒരുപോലെ ദുരിതത്തിലാണ്. മഴയെ പഴിചാരി അധികൃതർ കൈയൊഴിയുമ്പോൾ റോഡിൻ്റെ തകർച്ചയും കുഴികളുടെ ആഴവും ഓരോ ദിവസവും കൂടുകയാണ്. വലിയ അപകടങ്ങൾക്ക് കാത്തുനിൽക്കുകയാണോ അധികൃതരെന്നാണ് ആളുകളുടെ ചോദ്യം. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. ശുചിത്വ അവബോധം വിളിച്ചോതി കൊപ്പം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണം. കുട്ടികളും അധ്യാപകരും തങ്ങളുടെ വീടുകളിൽ ശുചീകരണം നടപ്പാക്കിയായിരുന്നു ഡ്രൈ ഡേ ആചരണം. ഞായറാഴ്ച രാവിലെ 10 മുതൽ 12 മണി വരെയായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. ഒരേ സമയം എല്ലാ വീടുകളിലും ശുചീകരണമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത്. പകർച്ചവ്യാധികൾക്കും മഴക്കാലജന്യ രോഗങ്ങൾക്കുമെതിരെ പ്രതിരോധം തീർക്കേണ്ടത് വീടുകളിൽ നിന്ന് തന്നെയാണെന്നും ആരോഗ്യ സംരക്ഷണ രംഗത്ത് വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ പങ്ക് നിർവഹിക്കാനുണ്ടെന്നുമുള്ള ആശയം കുട്ടികളിലേക്ക് എത്തിക്കുകയായിരുന്നു പരിപാടിയിലൂടെ ഉദ്ദേശിച്ചതെന്ന് പ്രധാനാധ്യാപിക KT ജലജ പറഞ്ഞു. മഴക്കാലജന്യ രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കുമെതിരായ പ്രതിരോധം തുടങ്ങേണ്ടത് വീടുകളിൽ നിന്ന് തന്നെയാണ് എന്നുള്ള ആശയം, അതുപോലെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനും അവരുടേതായ പങ്ക് നിർവഹിക്കാനാവും എന്നുള്ള ഒരു ആശയം കുട്ടികളിൽ രൂപീകരിക്കുക എന്നൊരു ഉദ്ദേശം ഈ ഒരു പ്രവർത്തനത്തിന് പിന്നിലുണ്ട്. മാത്രമല്ല, എല്ലായിടത്തും ശുചിത്വം, എല്ലാവർക്കും ആരോഗ്യം എന്ന സന്ദേശം ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ മക്കളിലേക്ക് എത്തിക്കുക എന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിൻ്റെതായ ഒരു തനത് പ്രവർത്തനം എന്ന നിലയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരം ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്തത്. ഇപ്പോൾ നാട് മുഴുവൻ പനി, പലതരം പകർച്ചവ്യാധികൾ അങ്ങനെയുള്ളൊരു സമയമാണല്ലോ. അതുമാത്രമല്ല, സ്കൂളിൽ ഓരോ ദിവസവും നമുക്ക് ഒരുപാട് കുട്ടികളെ തിരിച്ചയക്കാൻ, സ്കൂളിൽ വന്നതിന് ശേഷം പനി, തലവേദന എന്ന് പറഞ്ഞ് രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിന്നാണ് ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇടയായത്. ഇതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഒരു സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനായി അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിന് അവരെ സജ്ജരാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രക്ഷിതാക്കൾക്കുള്ള കൃത്യമായ അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. നേരത്തെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ വിദ്യാലയത്തിലും ശുചീകരണ പ്രവർത്തനം നടപ്പാക്കിയിരുന്നു. തുടർന്ന് വീടുകളിലെ പ്രവർത്തനങ്ങൾ അധ്യാപകരും PTA ഭാരവാഹികളും MSC അംഗങ്ങളും അടങ്ങിയ ടീം വിലയിരുത്തുകയും ചെയ്തു. സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയും കായിക താരവുമായ ശിവരഞ്ജിനിയുടെ വീട്ടിൽ നിന്നുമായിരുന്നു പ്രവൃത്തികളുടെ വിലയിരുത്തൽ ആരംഭിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ ഭരണസമിതി അംഗവും CPM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗവുമായ VP മുഹമ്മദ് ഹനീഫയുടെ മകൾ 23 വയസ്സുള്ള ഹൈറൂൺ ഷാനയാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച പകൽ 2:30 മണിയോടെ മാലാപ്പറമ്പ് പാലച്ചോട്ടിലാണ് അപകടമുണ്ടായത്. പുത്തനങ്ങാടി സ്കൂളിൽ നിന്നും ചെറിയ സഹോദരിയെ കൊണ്ടുവരുമ്പോൾ സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയായിരുന്നു. പരിക്കേറ്റ 2 പേരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ച ഹൈറൂൺ ഷാനയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ശനിയാഴ്ച വൈകിട്ടോടെ ഹൈറൂൺ ഷാന മരണപ്പെട്ടു. BA SPL കോഴ്സ് പൂർത്തിയാക്കിയ ഹൈറൂൺ ഷാന പ്രാക്ടീസിന് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. 6 മാസം മുമ്പ് വെട്ടത്തൂർ സ്വദേശിയുമായി ഷാനയുടെ നിക്കാഹ് കഴിഞ്ഞിരുന്നു. വരൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ് തീയതിയെല്ലാം നിശ്ചയിച്ചതാണ്. ഇതിനിടയിലാണ് അപകടവും മരണവും സംഭവിച്ചത്. ഞായറാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പുലാമന്തോൾ ചെമ്മലശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. കോട്ടപ്പുറം കുണ്ടൂർക്കുന്ന് റോഡിന് ഇനിയും ശാപമോക്ഷമായില്ല. താറിങ്ങടർന്ന കുഴികൾ രൂപപ്പെട്ട റോഡിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടാണ്. എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കരിമ്പുഴ തച്ചനാട്ടുകര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ എത്തുന്നതിനുള്ള സുപ്രധാന മാർഗമാണ് കോട്ടപ്പുറം കുണ്ടൂർക്കുന്ന് റോഡ്. കുണ്ടൂർക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ, സീഡാക്ക് കോളേജ് എന്നിവിടങ്ങളിലേക്ക് കുട്ടികൾക്ക് എത്തുന്നതിനുള്ള ആശ്രയമാണ് ഈ റോഡ്. ബസ് സർവീസ് ഇല്ലെങ്കിലും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ദിവസേന ഈ റോഡിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. നേരത്തെ റോഡിനായി 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചതായിരുന്നു. തുക പരിമിതമായതിനാൽ ടെൻഡർ എടുക്കാൻ ആളുണ്ടായില്ല എന്നാണ് പറയുന്നത്. റോഡ് റബ്ബറൈസ്ഡ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മറ്റ് ചെറിയ സ്കൂളുകൾ, അനവധി സ്കൂളുകൾ, ഏകദേശം 12ഓളം സ്കൂളിലെ വണ്ടികൾ ഈ വഴി 2 നേരവും ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ്.
മാത്രമല്ല ഈ പ്രദേശത്തെ ജനങ്ങൾ അനവധി നടന്നു പോകുന്ന ഒരു റോഡാണ്. ഈ റോഡിനെ പറ്റി ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. ഏകദേശം 10 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു എന്ന് മാത്രമല്ല 2-3 കൊല്ലമായി 10 ലക്ഷം കിടന്ന് കളിക്കുന്നു. ഇതേവരെ ഈ റോഡിലേക്ക് അതിന്റെ വർക്ക് എത്തിയിട്ടില്ല. ഇതിനൊരു അടിയന്തര പരിഹാരം ഉടനെ ഉണ്ടാക്കി തരണമെന്ന് വിനീതമായി വേണ്ടപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചുകൊള്ളു. അനവധി ആളുകൾ നടന്നു പോകുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ നടന്നു പോകുമ്പോൾ വലിയ വാഹനങ്ങളൊക്കെ ഒരുപാട് സഞ്ചരിക്കുന്ന റോഡാണ്. അപ്പോൾ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശം ഒരുപാടുണ്ട് ഈ റോഡിൽ. അപ്പോൾ പഞ്ചായത്തിലും അതുപോലെ നമ്മളെ MLA ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അധികാരികൾ നല്ല സമീപനമാണ് നമ്മളോട് തിരിച്ച് ചെയ്തിട്ടുള്ളതെങ്കിലും അതിൻ്റെ ഒരു വർക്ക് റോഡിൽ നടന്നതായിട്ട് ഇതേവരെ അറിയാൻ സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഒരു 10 ലക്ഷം രൂപ ഫണ്ട് ഉണ്ട് എന്നുള്ളത് ഒരു 2 വർഷമായിട്ട് പറയുന്നുണ്ട്. ആ വർക്ക് ഇതേവരെ ഒന്ന് ടെൻഡർ എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മേൽ നടപടികൾ സ്വീകരിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ആശുപത്രികളിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ അതിന് മുൻകൈ എടുത്തുകൊണ്ട് നമുക്ക് യാത്രയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഈ റോഡ് ശരിയാക്കി തരണം. കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. കരിമ്പുഴ സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. പാതയോര പാർക്കിംഗുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കണമെന്ന് സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു. ക്ഷേമനിധി പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. 4-5 കൊല്ലമായിട്ട് മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തിയിട്ടില്ല. പക്ഷെ എന്നാലും പറയാം, നമുക്ക് എപ്പോഴും മെമ്പർഷിപ്പാണ്. ഈ പറച്ചിലുള്ളൂ. ഈ തൊഴിലാളികളെ CITUവിന്റെ മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരട്ടെ. അങ്ങനെ മെമ്പർഷിപ്പിലേക്ക് വരുന്ന തൊഴിലാളികളെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയം, വർഗ രാഷ്ട്രീയം അവരെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചാൽ മാത്രമേ അവർ നമ്മുടെ കൂടെ നിൽക്കൂ. ആനുകൂല്യം കൊടുത്തുകൊണ്ട് മാത്രം നിൽക്കില്ല. അതിപ്പോൾ മനസ്സിലായില്ലേ? 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കി പോയി ഉമ്മൻചാണ്ടി. ആ 18 മാസത്തെ പെൻഷൻ നമ്മൾ കൊടുത്തു. ഇപ്പം 5 മാസത്തെ കുടിശ്ശികയുള്ളൂ. അപ്പം നമ്മൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലെ മുഴുവൻ പെൻഷനും കൊടുത്തതിന് ശേഷം ഉമ്മൻചാണ്ടി ബാക്കി വെച്ച് പോയ 13 മാസത്തെ പെൻഷനും കൊടുത്തു. പക്ഷെ അതല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത് 5 മാസം കുടിശ്ശികയാക്കിയ. ഡിവിഷൻ പ്രസിഡന്റ് M മോഹനൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് APM റഷീദ് സംഘടനാ റിപ്പോർട്ടും ഡിവിഷൻ സെക്രട്ടറി AR വേണുഗോപാലൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. PK ശശിധരൻ, K സുബ്രഹ്മണ്യൻ, K ശിവദാസൻ, K ബാലസുബ്രഹ്മണ്യൻ, K മുഹമ്മദ് നൌഷാദ്, P റജിമോൻ, K രമേഷ്, K സുരേഷ് ബാബു, നാരായണൻകുട്ടി, പ്രകാശൻ എന്നിവർ സംസാരിച്ചു. M മോഹനെ പ്രസിഡന്റായും AR വേണുഗോപാലിനെ സെക്രട്ടറിയായും K ശിവദാസനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പ് പെരിന്തൽമണ്ണയിൽ തുടങ്ങി. നജീബ് കാന്തപുരം MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. വുഷു താരങ്ങളുടെ മാർച്ച് പാസ്റ്റിന് ശേഷം നടന്ന കായികാഭ്യാസ പ്രകടനങ്ങളോടെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്.
പെരിന്തൽമണ്ണ സേക്രഡ് ഹാർട്ട് സ്കൂളിലാണ് സംസ്ഥാന സബ് ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 14 ജില്ലകളിൽ നിന്നായി 480 കായിക വുഷു താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. MLA നജീബ് കാന്തപുരം ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ മാർഷൽ ആർട്സിലും അതുപോലെ തന്നെ വുഷു മേഖലയിലുമെല്ലാം വളരെ ഗംഭീരമായ വിജയങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. വളരെ പ്രതിഭാധനരായ നിരവധി കുട്ടികൾ വ്യത്യസ്ത മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തമിഴ്നാട് അസോസിയേഷൻ ഭാരവാഹിയും നാഷണൽ ഫെഡറേഷൻ പ്രതിനിധിയുമായ രവി ദക്ഷിണാമൂർത്തി, വുഷു അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ മെഡൽ ജേതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. വ്യക്തിഗത പ്രകടനമായ തൗലു, ഫൈറ്റിംഗ് ഇനമായ സാൻസു എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായി 15-നും 18-നും ഇടയിൽ വയസ്സുള്ള ജൂനിയർ താരങ്ങളാണ് വുഷു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ദേശീയ ഫെഡറേഷൻ നേരിട്ടാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത്. പതിനഞ്ചിന് സമാപന ദിവസം ജില്ലാ കളക്ടർ VR വിനോദ്, സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. എല്ലാം സ്വന്തം മതിൽക്കെട്ടിലേക്ക് ചുരുങ്ങുമ്പോൾ പരസ്പര സൗഹൃദങ്ങൾ ഇല്ലാതാവുകയാണെന്ന് പോലീസ് സബ് ഇൻസ്പെക്ടറും പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും ട്രെയിനറുമായ ഫിലിപ്പ് മമ്പാട് പറഞ്ഞു. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിന്റെ PTA ജനറൽ ബോഡി യോഗത്തിൽ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്ത് സംസാരിക്കുകയായിരുന്നു ഫിലിപ്പ് മമ്പാട്. ലഹരി എന്ന വിപത്ത് ഇല്ലാതാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ഫിലിപ്പ് മമ്പാട് പറഞ്ഞു. പരസ്പര സൗഹൃദങ്ങൾ ഇല്ലാതായി എല്ലാവരും സ്വന്തമെന്ന മതിൽക്കെട്ടിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പോലീസ് സബ് ഇൻസ്പെക്ടർ ഫിലിപ്പ് മമ്പാട് അഭിപ്രായപ്പെട്ടു. അയൽപക്കൾ മുഴുവൻ ശത്രുക്കളാണ് നമുക്കുള്ളത്. ഇന്ന് നിങ്ങളുടെ ശത്രു വരാതെ വെച്ചാൽ നിങ്ങളുടെ അയൽവാസിയാണ് ശത്രു. പക്ഷെ പലപ്പോഴും അത് ആരും അംഗീകരിക്കും. നമ്മുടെ വളർച്ചയിൽ നമ്മുടെ അയൽവാസിയിൽ അവൻ നമ്മളെ വളർച്ചയിൽ അസൂയാലുവായി മാറുന്നു. അവരുമായിട്ട് ശത്രുതയിൽ അതിർത്തി, വരമ്പ്, വൃക്ഷം, ഇലകള്, ഫലങ്ങള് എല്ലാം വിട്ടുകൊടുക്കലില്ലാത്ത പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളെല്ലാം ജീവിച്ചു പോവാൻ മുമ്പോട്ട് പോവാണ്. അപ്പൊ നമ്മളെന്ന് പറയുന്ന ഒരു മതിൽക്കെട്ടിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. എന്റേത്, എന്റെ മകൻ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ വണ്ടി, എന്റെ പറമ്പ്, എന്റേത്, എന്റേത്, എന്റേത്. എന്റെ മോന് മുഴുവൻ A+, എന്റെ മോന് നല്ല ഒരു നീറ്റ് എക്സാമിനകത്ത് അവന്റെ പേരൊക്കെ വന്നാൽ മതി, റാങ്ക് ലിസ്റ്റ് വന്നാൽ മതി. അവന് മെഡിസിൻ ഒരു സീറ്റ് കിട്ടിയാൽ മതി, അവന് നല്ലൊരു പെണ്ണ് കിട്ടിയാൽ മതി, അവർക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടിയാൽ മതി, നമുക്ക് സന്തോഷം. ലഹരി എന്ന വിപത്തിനെ ഇല്ലാതാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. പോലീസും എക്സൈസും ഉൾപ്പെടെ ഒരു വിഭാഗം മാത്രം വിചാരിച്ചാൽ ഇതിനെ തടയാനാകില്ല. മനുഷ്യർ മുന്നിട്ടിറങ്ങുകയാണ് വേണ്ടതെന്നും ഫിലിപ്പ് മമ്പാട് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കും എന്റെ മോൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ ഉപയോഗിക്കുന്നില്ല, എന്റെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ എന്ത് വ്യക്തി എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വലിയ ശ്രദ്ധ കൊടുക്കണം. അതിലെന്താ റെസ്പോൺസിബിലിറ്റി? ഹൂ ടേക്ക് റെസ്പോൺസിബിലിറ്റി? ഈ കാര്യത്തിൽ ഉത്തരവാദിത്തം എടുക്കുന്ന ആരും ഉത്തരവാദിത്തം എടുക്കുന്നത്? അത് ചോദ്യമാണ്. ആര് ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും? ഹൂ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? നോട്ട് ഓൾ ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. പോലീസിനോ അധ്യാപകർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സംഘടനകൾക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതല്ല ഈ ഉത്തരവാദിത്വം. എല്ലാവർക്കും കണ്ണും കാതുകളുമുള്ള മനുഷ്യജന്മങ്ങൾക്ക് മുഴുവനും ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെതിരെ കാണുകയും കേൾക്കുകയും ചെയ്യണം. എന്നാൽ ഈ ദുരന്തത്തെ അറിഞ്ഞു കിട്ടാൻ പറ്റുള്ളൂ. നമ്മൾ മാത്രമായി എക്സൈസ് മാത്രം വിചാരിച്ചാൽ ഇവിടുത്തെ പ്രശ്നം തീർക്കാൻ പറ്റുമോ? ഒരു ഋഷ സിംഗ് IPS അല്ലെങ്കിൽ പൗലോസ് സാറോ അല്ലെങ്കിൽ ഫിലിപ്പ് മമ്പാടോ അല്ലെങ്കിൽ ഒരു അയ്യൂമാർ സാറോ അല്ലെങ്കിൽ കുറച്ച് ദീപകോ അല്ലെങ്കിൽ ഒരു നയന ഖുഷി എന്ന് പറയുന്ന കുറച്ച് ആളുകൾ മാത്രം അവിടെ എവിടെയും സ്കൂളുകളിൽ പോയി പ്രസംഗിച്ചാൽ ലഹരിയുടെ ഈ ദുരന്തം തീരുമോ? തീരില്ല. ഇവിടെ എല്ലാം നമ്മൾ കാണും. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ നല്ല സേഫ് സോണാണ്. നിങ്ങളെ വീടൊക്കെ വലിയ വീടാ. നിങ്ങളെ ലഹരി ഉപയോഗിക്കുന്നതൊന്നുമല്ല. അങ്ങനത്തെ ഒരു സംഭവം നിങ്ങളുടെ മക്കൾ കണ്ടിട്ടേ ഇല്ല. നിങ്ങളുടെ വീട്ടിൽ വലിയ CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന സെക്യൂരിറ്റി നിങ്ങൾക്ക് അല്ലെ കാണാൻ പറ്റും. ഒരു ഈച്ച അതിൽ പാറായാലോ ഒരു കിളി പോയാലോ പൂച്ച പോയാലോ അല്ലെ ഒരു തേങ്ങ നിലത്തുകൂടെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ ബാക്കപ്പ് ഒക്കെ എടുക്കാനും പറ്റും. അതെല്ലാം ആ വീട്ടിലെ ഇളകുന്നതും ഇളകത്തുന്നതുമായ ജാഗര ജംഗമ വസ്തുക്കൾ മറ്റൊരുവൻ അപഹരിച്ചു കൊണ്ടുപോകാതിരിക്കാനുള്ള ഒരു ടെക്നോളജി മാത്രം. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, അവർ പോകുന്ന വഴികൾ, അവർ പോകുന്ന കലാലയത്തിന് മുറ്റുകൾ, അവർ പോകുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അവർ പോകുന്ന കളിക്കൂട്ടങ്ങൾ, അവർ പോകുന്ന ദൂരയാത്രകൾ, അവർ പോകുന്ന
ക്ലബ്ബുകൾ, അവർ പോകുന്ന മ്യൂസിക് ഇവന്റുകൾ, അവർ പോകുന്ന DJ പാർട്ടികൾ ഒന്നും CCTV സർവൈലൻസിൽ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ എല്ലാം നിങ്ങളുടെ മക്കൾ സ്വതന്ത്രരാണ്. അവിടെ എല്ലാം അവരെ 10-ൽ 3 പേർ അവരെ സ്പർശിക്കും. അത് നല്ല സ്പർശനമുണ്ട്. ആ 10-ൽ 2 പേർ അവർക്ക് ദാഹിക്കുമ്പോൾ ജലം കൊടുക്കും, വെള്ളം കൊടുക്കും, സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊടുക്കും, കൂൾ ഡ്രിങ്ക്സ് കൊടുക്കും. ആ കൊടുക്കുന്നവന്റെ വിരൽ ആ പാത്രത്തിൽ ഗ്ലാസ്സിലൊന്നും ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നു എന്ന് നമ്മുടെ മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ആ ഇറങ്ങിയ വിരലിന് നഖത്തിനകത്ത് എത്രമേൽ ഈ പറയുന്ന മെത്തലിൻ, ഡയോക്സി, മെത്താംഫെറ്റമിൻ എന്നറിയപ്പെടുന്ന മാരകമായ സിന്തറ്റിക് ഡ്രഗ് ഉണ്ട് ഇല്ല എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കാലത്തിലല്ല നമ്മുടെ മക്കൾ ഇത് ജീവിക്കണം. SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ 46 വിദ്യാർത്ഥികളെയും +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 19 വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. LSS, USS ജേതാക്കളെയും രാജ്യപുരസ്കാർ കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. PTA പ്രസിഡന്റ് മോഹനൻ കർത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അമൃത സന്തോഷ്, പ്രിൻസിപ്പാൾ ജസ്മി തോമസ്, പ്രധാനാധ്യാപിക പ്രിൻസി ജോസ്, PTA എക്സിക്യൂട്ടീവ് അംഗം ജിതേഷ് നാരായണൻ, KS ഹരിഹരൻ, സീന രജനി C തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷത്തേക്കുള്ള PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. മോഹൻ കർത്തയാണ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റായി അമൃത സന്തോഷിനെയും തെരഞ്ഞെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘം ലക്കിടി മുളഞ്ഞൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റ് DB രഘുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഥയും കവിതയും ചർച്ച ചെയ്തുകൊണ്ടാണ് വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റ് DB രഘുനാഥ് സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഒറ്റപ്പാലം BRCയുടെ മാഗസിനും പ്രസിദ്ധീകരിച്ചു. പുകസ പഞ്ചായത്ത് സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. പുകസ മുളഞ്ഞൂർ യൂണിറ്റ് സെക്രട്ടറി M ശങ്കരനാരായണൻ, P സെലീന, സുര പുല്ലാട്ടുതൊടി തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള പെരുങ്കൊല്ല സമാജം ചെർപ്പളശ്ശേരി ശാഖയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. അഖില കേരള പെരുങ്കൊല്ല സമാജം ചെർപ്പളശ്ശേരി ശാഖയുടെ നേതൃത്വത്തിലാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ശാഖാംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. സമാജം ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രേമൻ നെല്ലിക്കാട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ OEC ആനുകൂല്യം 1-2 രൂപയല്ല, 4-4.5 കോടി രൂപ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ്. അത് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഹോരാത്രം കഷ്ടപ്പെട്ടതും ആ കഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കിട്ടിയത്. അതിന് മുഖം പിടിച്ച സമുദായത്തിലെ ഒട്ടനവധി ആൾക്കാരുണ്ട്. LP അനിൽകുമാറിനെ നേരിട്ട് ചെന്ന് കാണാനും 10-25 പ്രാവശ്യത്തോളം നേതൃനിലയിലുള്ള പല ആൾക്കാരും അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ആ ആനുകൂല്യം വാങ്ങിച്ചെടുക്കാൻ. AKPS ചെർപ്പളശ്ശേരി ശാഖ വൈസ് പ്രസിഡന്റ് ജയൻ TM അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബാലസുബ്രഹ്മണ്യൻ, ജില്ലാ ട്രഷറർ TP കുഞ്ഞു, ശാഖാ സെക്രട്ടറി സുന്ദരൻ കരിമ്പുഴ തുടങ്ങിയവരും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ശാഖാ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000-2001 SSLC ബാച്ചിൽ പഠിച്ചവരാണ് വീണ്ടും വിദ്യാലയത്തിൽ ഒത്തുചേർന്നത്. സൗഹൃദം എന്ന പേരിലായിരുന്നു സംഗമം. മുഹമ്മദ് മുഹസിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. സൈക്കോളജിക്കലി തന്നെ പറയുന്നത്, ശാസ്ത്രീയമായി പറയുന്നത്, നമുക്ക് നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാവുമ്പോൾ നമ്മുടെ പഴയ മെമ്മറികളെ ബൂസ്റ്റ് ചെയ്യാനുള്ള ട്രിഗറിങ് ആയിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രായം കുറച്ചുകൂടെ കുറയും എന്നാണ്, കുറച്ചുകൂടെ എനർജറ്റിക് ആവുമെന്നാണ്. പഴയ ആളുകളൊക്കെ നമ്മൾക്ക് കാണാനും സംസാരിക്കാനും കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് സ്ട്രെസ്സുകളുണ്ട്, അതിനെ നമ്മൾ അറിയാതെ കുറയ്ക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പണത്തേക്കാൾ അപ്പുറത്ത് നമ്മുടെ ബന്ധങ്ങളാണ്. കൂട്ടായ്മ പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി ശിഹാബുദ്ദീൻ, വിനീത, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരെ ആദരിക്കൽ, സ്കൂളിലെ പുതിയ ക്ലാസ് മുറികളിലേക്ക് സീലിംഗ് ഫാനുകളുടെ വിതരണം, വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. ഷൊർണൂർ മേഖലയുടെ സാന്ദ്രാനന്ദം 2024 ഏകാഹ നാരായണീയ മഹോത്സവം വിവിധ പരിപാടികളോടെ ഷൊർണൂർ സഭാമഠം ശിവക്ഷേത്രത്തിൽ വെച്ച് നടന്നു. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC ചെന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അഖില ഭാരത നാരായണീയ മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഷൊർണൂർ മേഖലയുടെ നേതൃത്വത്തിൽ സാന്ദ്രാനന്ദം 2024 ഏകാഹ നാരായണീയ മഹോത്സവം വിവിധ പരിപാടികളോടെ ഷൊർണൂർ സഭാമഠം ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നത്. അഖില ഭാരത നാരായണീയ മഹോത്സവം സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC ചെന്താമരാക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
സമ്പൂർണ്ണ നാരായണീയ പാരായണം, തിരുവാതിരക്കളി, ശ്രീമദ് ഭാഗവത് പാരായണം, ഭക്തിപ്രഭാഷണം തുടങ്ങിയ പരിപാടികളും നടന്നു. ക്ഷേത്രം സെക്രട്ടറി എൻ കൃഷ്ണൻ അധ്യക്ഷനായി. ഉഷ ഉണ്ണിമേനോൻ, VP രവീന്ദ്രൻ, വേണുഗോപാൽ കണയം, ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. വിവിധ നാരായണീയ സമിതികൾക്കുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. KSSPA ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി ഏകദിന ശില്പശാലയും നവാഗതർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. U കുഞ്ഞായ്മു അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, P ഗിരീശൻ, ഓമന ഉണ്ണി, VP രാധാകൃഷ്ണൻ, VP മണികണ്ഠൻ, KV രാമചന്ദ്രൻ, VK വാസുദേവൻ, K ശിവദാസൻ, K ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. അങ്ങനെ പോസിറ്റീവായ സ്വീകരണമൊന്നല്ല ഇവിടെ കിട്ടുന്ന പോലെ കിട്ടുക. ചുമ്മാർ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. ഇന്നലെ വരെ ജോലിയൊക്കെ ചെയ്ത് ഇപ്പോൾ പാർട്ടി കയറി വന്നവരും വരുന്നത് രണ്ടാം പൗരന്മാരെ പോലെയാണ് എനിക്ക് ഉൾപ്പെടെ അനുഭവപ്പെട്ടിട്ടുള്ളത്. അത് ഇവരുടെയൊക്കെ അവസ്ഥ വരേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അതൊക്കെ ഉൾക്കൊള്ളാനും അതൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കാനും മാനസികമായി തയ്യാറെടുത്തതാണ് നമ്മൾ എന്നുള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള നമ്മുടെ ആളുകൾ കരിമ്പുഴ പഞ്ചായത്തിലെ വിരമിച്ച മുഴുവൻ അധ്യാപകരെയും അംഗൻവാടി വർക്കർമാരെയും ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. ഗുരുവന്ദനം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷയായി. KK ഷൗക്കത്ത്, അനസ് പമ്പറ, സമീറ സലീം, ഷീബ പാട്ടത്തൊടി, K രജിത, C വിജിത തുടങ്ങിയവർ സംസാരിച്ചു. നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ അതിന് മുൻതൂക്കം കൊടുക്കുന്നത് അധ്യാപകനാണ്. അതേപോലെ തന്നെ ഈ ഇരിക്കുന്ന ജനപ്രതിനിധികളെ പോലെയുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്നതിന്, നല്ല ഉദ്യോഗ തലങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ അവിടെ എത്തിക്കുന്നതിന് ഇതിനൊക്കെ കാരണമുള്ളതായിട്ടുള്ളത് നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ അംഗനവാടിയിൽ പോയി അവിടെ നിന്ന് ഈ ടീച്ചർമാർ പറഞ്ഞു തരുന്ന ആദ്യാക്ഷരവും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് LP മുതൽ ഹൈസ്കൂൾ വരെ, ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഉള്ള അധ്യാപകരും അവിടുന്ന് അങ്ങോട്ടുള്ളത് അത്ര തന്നെ ഒരു എഫേർട്ട് എടുക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കോട്ടോപ്പാടം ഭീമനാട് വെള്ളിയിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ പുനഃപ്രതിഷ്ഠ 80 വർഷത്തിന് ശേഷം ഞായറാഴ്ച നടന്നു. ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് മനക്കൽ സജി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. തുടർന്ന് 5 പേരുടെ മേളം അരങ്ങേറ്റവും ഉണ്ടായി. 80 വർഷത്തിന് ശേഷമാണ് ഞായറാഴ്ച വീണ്ടും പുനഃപ്രതിഷ്ഠ നടന്നത്. ജീർണാവസ്ഥയിലായ ശ്രീകോവിലിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു നവീകരണ കലശം നടന്നത്. ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് മനക്കൽ സജി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കലാമണ്ഡലം വെള്ളിനേഴി രഘുവിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തീകരിച്ച 5 പേരുടെ മേളം അരങ്ങേറ്റം പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം നടന്നു. ഭീമനാട് സ്വദേശികളായ കളഭം രാധാകൃഷ്ണൻ, ഗിരീഷ് മേലുവീട്ടിൽ, അശോകൻ വെട്ടത്തൂർ, പ്രസീദ് കുമാർ പരമേശ്വരത്ത്, അജയൻ കരിമ്പനക്കൽ എന്നിവരുടെ അരങ്ങേറ്റമാണ് നടന്നത്. ജൂലൈ 21-ാം തീയതി ഗജപൂജയും ആനയൂട്ടും നടക്കും. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. അലനല്ലൂർ കോപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ വിജയാരവം 2024 N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. 76-ാം വയസ്സിൽ +1 പരീക്ഷ എഴുതിയ പുത്തൻവീട്ടിൽ ശ്രീദേവി അമ്മയ്ക്ക് സൊസൈറ്റി നൽകിയ ആദരം ശ്രദ്ധേയമായി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ക്യാഷ് അവാർഡും ഒപ്പം മൊമെന്റോയും നൽകിയാണ് അലനല്ലൂർ കോപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആദരിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണായ എടത്തനാട്ടുകര സ്വദേശി നിതിൻ ഫാത്തിമയെയും ചടങ്ങിൽ ആദരിച്ചു. 76-ാം വയസ്സിൽ +1 പരീക്ഷ എഴുതിയ അലനല്ലൂർ സ്വദേശി പുത്തൻവീട്ടിൽ ശ്രീദേവി അമ്മയ്ക്ക് സൊസൈറ്റി നൽകിയ ആദരം ശ്രദ്ധേയമായി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. അലനല്ലൂർ ചന്തപ്പടി SKR കോൺഫറൻസ് ഹാളിൽ നടന്ന വിജയാരവം N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു സഹകരണ സംഘം അവർക്ക് നിക്ഷേപവും വായ്പയും അതിന്റെ ലാഭമായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഹബീബ് മാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അതോടൊപ്പം ഈ നാടിന്റെ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടണം, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം, അതുപോലെ മറ്റ് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിലിടപെടണം. അതിന് ഒരു വിഹിതം അതിന്റെ ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കണം. അതൊരു നല്ല സാമൂഹ്യ ബോധമാണ്.
അപ്പോൾ നമ്മൾ കാണേണ്ടത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഇന്ന് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കൊപ്പം ചേർത്ത് വായിക്കാനും നമുക്ക് കഴിയും. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് ഒരു സമൂഹത്തിന് രക്ഷ നേടാൻ സാധിക്കുക. സൊസൈറ്റി പ്രസിഡന്റ് കെ ഹബീബുള്ള അൻസാരി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ പി സജ്ന സത്താർ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി പി അഹമ്മദ് അഷറഫ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, കെ വേണുഗോപാൽ, കീടത്ത് അബ്ദു, PT ശ്രീജിത്ത്, അനിത വിത്തനോട്ടിൽ, പി മുസ്തഫ, പി ഉബൈദ്, രാധാകൃഷ്ണൻ കളഭം, പി ബീന, പി മണികണ്ഠ രാജീവ്, റഫീഖ് കൊടക്കാടൻ, പി റജീന, എൽസമ്മ ഷാജി, KM ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ സമ്പൂർണ്ണ വിജയം നേടിയ അലനല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെയും എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിനെയും ചടങ്ങിൽ ആദരിച്ചു. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിലെ ജീവനക്കാരുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. എറണാകുളം ചീഫ് ട്രാൻസ്പോർട്ട് ഓഫീസർ KP രാധാകൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിലെ ജീവനക്കാരുടെ കുടുംബസംഗമം പെരിന്തൽമണ്ണ വ്യാപാര ഭവനിലാണ് നടന്നത്. എറണാകുളം ചീഫ് ട്രാൻസ്പോർട്ട് ഓഫീസർ KP രാധാകൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ തമ്മിൽ തുറന്ന ഒരു വേദി, തുറന്ന് മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇത് ഉണ്ടായിരിക്കണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. നിങ്ങൾ ആരെങ്കിലും വല്ല സംഘടനയുടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളുടെ ഭാഗമായിട്ടാണോ KSRTC വന്നിട്ടുള്ളത്? അല്ല, എല്ലാവരും വ്യക്തിപരമായിട്ട് അവരവരുടെ ജോലി അല്ലെങ്കിൽ ഉപജീവന മാർഗം എന്നുള്ള നിലയ്ക്ക് തിരഞ്ഞെടുത്താണ്. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് എന്തുള്ളത്, നമുക്ക് ഈ ആശയങ്ങളും കൂട്ടായ്മകളും കൂടിച്ചേരലുകളൊക്കെ ഉണ്ടായത്. അതിനെ നമ്മൾ ആ നിലയ്ക്ക് കാണണം. നമ്മുടെ ജോലി എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പൊ ഇതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ടി മാധവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ K അഷ്റഫ്, സുനിൽ TP, VK രാജേന്ദ്രൻ, പരമേശ്വരൻ, KC ബിജു, P പ്രകാശ്, ബഷീർ കോട്ടക്കുന്നൻ, K മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിലെ ജീവനക്കാരുടെ രണ്ടാമത് കുടുംബസംഗമമാണ് നടന്നത്. ജീവനക്കാരും കുടുംബാംഗങ്ങളും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. പൊതുതെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തി ചുണ്ടമ്പറ്റ തത്തനംപുള്ളി ALP സ്കൂൾ. കുട്ടിസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ M മുഹമ്മദ് റയാൻ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ സംവിധാനവും പൊതുതെരഞ്ഞെടുപ്പിന്റെ രീതികളും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കുലിക്കലൂർ തത്തനംപുള്ളി ALP സ്കൂളിൽ പൊതുതെരഞ്ഞെടുപ്പ് മാതൃകയിൽ സ്കൂൾ ലീഡറെ കണ്ടെത്തിയത്. ICT സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മൊബൈൽ ഫോൺ ബാലറ്റ് യൂണിറ്റ് സംവിധാനത്തിലാണ് കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തിയത്. സ്ഥാനാർത്ഥികളും പ്രചാരണവും കലാശക്കൊട്ടും പോളിംഗ് ഓഫീസർമാരും ക്രമസമാധാന പാലകരും ഉൾപ്പെടെ ജനാധിപത്യ പ്രക്രിയയുടെ എല്ലാ പാഠങ്ങളും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. 6 പേരായിരുന്നു സ്ഥാനാർത്ഥികളായി മത്സരിച്ചത്. 45 വോട്ടുകൾ നേടി M മുഹമ്മദ് റയാൻ സ്കൂൾ ലീഡറായി കുട്ടിസഭയെ നയിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 24 വോട്ടുകൾ നേടി ശ്രീഹരി വിനോദ് ഡെപ്യൂട്ടി ലീഡറുമായി. ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗപ്പെടുത്തി നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞത് കുട്ടികൾക്ക് പുതുമ നിറഞ്ഞ കാഴ്ചയായി. വിജയികൾക്ക് പ്രധാനാധ്യാപിക KP ബീന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അധ്യാപകരായ VK ഷംസുദ്ദീൻ, P സാഹിറ, CG അഭിലാഷ്, VT മുനീർ, K അർജുൻ, N രാധിക, K ഓമന തുടങ്ങിയവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. നെല്ലായ ഏഴുവന്തല കിഴക്കുംപറമ്പിൽ ഫാമിലി കുടുംബസംഗമത്തിന്റെ ലോഗോ പ്രകാശനം കുടുംബാംഗം കൂടിയായ മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ KP സക്കീർ ഹുസൈൻ നിർവഹിച്ചു. ഹൈദർ എന്ന KH മണി അധ്യക്ഷനായി. അബു ഫിർദൌസ്, മുഹമ്മദ്, സൈദാലി, സിദ്ദീഖ്, റംല, മാസിദ, മുനീർ എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 29 മെഗാ കുടുംബസംഗമം നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് മഴ കനക്കും. 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ടും പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി. ചെർപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിൽ കടുത്ത യാത്രാ ദുരിതം. കിഴൂർ റോഡ് മുതൽ കോതകുറിശി വരെ നിറയെ കുഴികളും വെള്ളക്കെട്ടും. കുഴികളിൽ വീണ അപകടങ്ങളും പതിവെന്ന് നാട്ടുകാർ, അനക്കമില്ലാതെ അധികൃതർ. ശുചിത്വാവബോധം വിളിച്ചോതി കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ശുചീകരണം. ഞായറാഴ്ച മുഴുവൻ കുട്ടികളുടെയും അധ്യാപകരുടെയും വീടുകളിൽ ഡ്രൈ ഡേ ആചരിച്ചു. മാതൃകാ പ്രവർത്തനം മഴക്കാലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ട്.
പോലീസും എക്സൈസും മാത്രം വിചാരിച്ചാൽ ലഹരി എന്ന വിപത്ത് തടയാനാവില്ലെന്ന് പോലീസ് ഇൻസ്പെക്ടറും മോട്ടിവേഷൻ ട്രെയിനറുമായ ഫിലിപ്പ് മമ്പാട്. ലഹരി ഇല്ലാതാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തം. സംസ്ഥാന ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പിന് പെരിന്തൽമണ്ണയിൽ തുടക്കം. 480 കായിക താരങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.